ഹായ് എല്ലാവർക്കും വേൾഡ് അറൗണ്ട് പിന്നീട് പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ പുതിയെന്ന് പറയാൻ പറ്റത്തില്ല, കുറേ മാസങ്ങൾക്ക് ശേഷം ഒരു വ്ളോഗ്, അത്രയേ ഉള്ളൂ. എൻ്റെ കയ്യിലിരിക്കുന്ന പാഴ്സൽ എന്താണെന്നല്ലേ എല്ലാവർക്കും ആകാംക്ഷയാണ്. തമ്മിൽ കണ്ടപ്പോൾ തന്നെ തോന്നി കാണും ഇതെന്താണെന്ന് അറിയാനുള്ള ഒരാകാംക്ഷയില്ലേ. അപ്പോൾ എൻ്റെ ഒപ്പം നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ഈ ബോക്സ് തുറക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ ആദ്യം തന്നെ അങ്ങ് പറയാം, എല്ലാവർക്കും അഡ്വാൻസ് ഓണം വിഷസ്. അപ്പോൾ എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇരിക്കട്ടെ ഓണാശംസകൾ. അപ്പോൾ എൻ്റെ ഒപ്പം നമുക്ക് പുറത്ത് നല്ല കാലാവസ്ഥയാണ്. ഇന്ന് UK-ലൊക്കെ എന്താ പറയുക, കുറേ ദിവസത്തെ മഴയ്ക്ക് ശേഷം ഒരു നല്ല ഇച്ചിരി വെളിച്ചമൊക്കെ വന്നതാണ്. അപ്പോൾ നമുക്ക് പോയിട്ട് പുറത്തിരുന്ന് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് കണ്ടിട്ട് ഇത്രയേ ഉള്ളൂ സംഭവത്തിൽ ചോദിച്ച് എന്നെ അടിക്കാൻ വരരുത് കേട്ടോ. എന്തായാലും നമുക്ക് പോയി നോക്കാം, ബാ. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ പെട്ടി അങ്ങ് പൊട്ടിക്കാം. പെട്ടി പൊട്ടിക്കുന്നതിന് മുമ്പ് ഒരു ക്ലൂ തരാം. UK-ൽ നമ്മൾ ഓണം എന്നൊക്കെ കേൾക്കുമ്പോൾ എന്താ പറയുന്നത്, നാട്ടിലെ കുറേ നല്ല നൊസ്റ്റാൾജിക് മൊമെൻറ്റ്സുകളുണ്ടല്ലോ. എന്താ ഓണസദ്യ, മാവേലി, അത്തപ്പൂക്കളം, അതുപോലെ തന്നെ അതിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ് മുല്ലപ്പൂ. പെണ്ണുങ്ങൾ ഒന്ന് ഒരുക്കി വരുമ്പോഴത്തേന് എന്തായാലും നമ്മൾ ആഗ്രഹിക്കത്തില്ല ഇച്ചിരി മുല്ലപ്പൂ കിട്ടിയിരുന്നത്. നമ്മളിവിടെ യൂഷ്വലി കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടൊക്കെ എന്തോ പ്ലാസ്റ്റിക് പൂവും പേപ്പർ പൂക്കളും ഒക്കെ ആണ് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഒറിജിനൽ മുല്ലപ്പൂവാണ് ഉപയോഗിച്ചത്. അപ്പം അവരിൽ നിന്ന് തന്നെ നമ്മൾ ഈ പ്രാവശ്യം വാങ്ങിച്ചപ്പം കുറേ ബൾക്കായിട്ടാണ് വാങ്ങിച്ചത്. അപ്പം നിങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ മുല്ലപ്പൂ ഫ്രഷായിട്ട് വേണമെന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്യാം. പക്ഷേ നിങ്ങൾ കുറേ പേര് ചേർന്ന് കൂടുതലായിട്ട് ഓർഡറുകൾ കൊടുക്കുമ്പോൾ നമുക്ക് ഫ്രീ ഡെലിവറി ആയിരിക്കും. അപ്പോൾ നിങ്ങളിങ്ങനെ ബോക്സ് ഞാൻ കാണിക്കാം. ഇതിനകത്ത് ഇങ്ങനെയുള്ള ഒരു ഫ്രജൈൽ ബോക്സിലായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇതിന് മുകളിലായിട്ട് എഴുതി വെച്ചിട്ട് മസ്റ്റ് ബി ഡെലിവേർഡ് ടുഡേ എന്നും പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക കോഡിങ് കാര്യങ്ങളും ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം പാക്കേജ് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്റ്റോറേജ് ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നല്ലതായിട്ട് തന്നെ അവർ ക്ലിയർ ആയിട്ട് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. മുല്ലപ്പൂ ഇതിൽ നിന്ന് എടുത്തു കഴിയുമ്പോൾ കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെക്കണം, അതുപോലെ തന്നെ അതിൻ്റെ അടിയിൽ ടിഷ്യൂ പേപ്പർ വെച്ചിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ കിട്ടിയത് ഒരു 4-5 മണിക്കൂറൊക്കെ എങ്ങനെയാണെങ്കിലും നമുക്ക് പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, തലയിലൊക്കെ ഇരുന്ന് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് പൊട്ടിച്ച് നോക്കാം. ഞാനും ഇത് ആദ്യമായിട്ടാണ് ഇത്രയും ബൾക്കായിട്ടുള്ളത് വാങ്ങിച്ചിട്ട് പൊട്ടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി നേരെ പൊട്ടിച്ചിട്ട് അകത്തെന്താണെന്നുള്ളത് നോക്കാം. നല്ല അപാര പാക്കിംഗ് ആണ്. ഇത് പൊളിച്ചെടുക്കാൻ തന്നെ കുറേ സമയമെടുത്തു. അതിൻ്റെ ഒരു ഔട്ടർ ലെയർ തന്നെ പൊളിച്ചെടുക്കാൻ അമ്മാതിരി സമയമെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്നുകൂടെ എല്ലാം സെറ്റാക്കിയിട്ട് നോക്കാം. അപ്പം നിങ്ങൾ എന്നെ പോലെ ആകാംക്ഷയോടെ ഇരിക്കുമല്ലേ, നമുക്കിത് പൊട്ടിച്ച് നോക്കാം എന്താണ് അകത്തുനിന്ന്, എങ്ങനെയാണ് ഇവർ പാക്ക് ചെയ്ത് ഈ മുല്ലപ്പൂക്കെ പ്രിസർവ് ചെയ്ത് അയക്കുന്നതെന്ന് നമുക്ക് നോക്കാം, വാ. അറിയണ്ടല്ലോ. ആദ്യം ഇങ്ങനൊരു എന്താ പറയുക, നമ്മുടെ ഫോയിൽ പേപ്പർ ഇട്ട് അതിനകത്ത് ടിഷ്യൂ പേപ്പർ പോലെ ഇച്ചിരി കട്ടിയുള്ള പേപ്പറുകളിട്ട് ഇതുണ്ടോ, അതിനകത്ത് വീണ്ടും ഐസ് പാക്കൊക്കെ ഇട്ട് കൂൾ ചെയ്താണ് വെച്ചേക്കുന്നത് ഇവരെ. ഓരോ ലെയറായിട്ട് ഓരോ ബോക്സുകളിലാക്കിയിട്ടാണ് നമുക്ക്, കണ്ടോ, അടി വരെയുണ്ട്. ഇത്രയും ബോക്സുകളിലാക്കിയിട്ടാണ് ഇങ്ങനെ ഓരോ ലെയറായിട്ട് ഏറ്റവും അവസാനം ഐസ് പാക്ക് ഇട്ടിട്ടാണ് നമുക്കിത് വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും മണ്ടയ്ക്കിരുന്ന് തന്നെ പൊട്ടിക്കാം. കാരണം ഞങ്ങൾക്കിത് ഓണം ഇന്നല്ല കേട്ടോ, ഓണത്തിൻ്റെ പരിപാടി നാളെയാണ്. അപ്പം നമ്മൾ ഓർഡർ ചെയ്യുമ്പം അതിനടുത്തുള്ള നെക്സ്റ്റ് ഒരു ദിവസം മുമ്പ് ടൈം സ്ലോട്ട് കൊടുക്കുമ്പോൾ എപ്പോഴും ഈവനിങ് ടൈം എടുക്കാൻ നോക്കുക. ഇവർ പറഞ്ഞേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 30 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു മുഴമാണ്. നമ്മുടെ ഈ ഇവിടം തൊട്ട് ഇവിടെ വരെ ഏകദേശം ഒരു നീളം വരുന്ന ഒരു റൗണ്ട് ചുറ്റാൻ പറ്റുന്ന വിധത്തിലുള്ള മുല്ലപ്പൂവാണ് വരുന്നത് കേട്ടോ. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. വാസനയൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ ഇച്ചിരി ഒരു ചെറിയ വാട്ടം തട്ടിയ പോലത്തെ ഉണ്ട്.
പക്ഷെ സംഭവം ഇതാണ്. ഇനി നാട്ടിലെ ഒരു ഫീല് വരാതിരിക്കാൻ മുല്ലപ്പൂ ഇല്ലയെന്ന് പറഞ്ഞാൽ ആരും വിഷമിക്കേണ്ട. അതെ, ഇതുപോലെ കൈ നിറച്ച് മുല്ലപ്പൂ നമുക്ക് ഇവിടെയും കിട്ടും, ഇനി UK-യിൽ. അപ്പോൾ ഇതിന് ആർക്കെങ്കിലും ഇതിൻ്റെ ലിങ്കോ ഞാൻ എവിടെ നിന്നാണ് പർച്ചേസ് ചെയ്തതെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടുകയെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. കാരണം ഓണത്തിന് അടുത്തങ്ങായിപ്പോയി. നമുക്കിത് ഇപ്പോഴാണ് കിട്ടിയത്, അതുകൊണ്ടാണ് ഈ ഒരു വ്ളോഗ് ചെയ്യാൻ ഇത്രയും താമസിച്ചത്. അതുപോലെ തന്നെ കുറേ റീസൺസ് ഉണ്ട് ഞാൻ ഈ റീസെൻ്റായിട്ടൊക്കെ വ്ളോഗ് ചെയ്യാതിരിക്കാൻ. അപ്പം അതൊക്കെ എല്ലാവരും എക്സ്ക്യൂസ് ചെയ്യുക. അപ്പം ഇത് UK-യിലുള്ള തരുണി മണികൾക്ക് സാരി ഉടുക്കുമ്പോൾ നൊസ്റ്റാൾജി തരുമ്പം ഇങ്ങനൊരു സംഭവം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് 35 പൗണ്ടിൽ കൂടുതൽ ഓർഡർ കൊടുത്തേ കൊണ്ട് നമുക്ക് ഫ്രീ ഡെലിവറിയാണ്. അത് താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡെലിവറി ചാർജ് കൊടുക്കണം. ഇതിപ്പോൾ ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തിരുവാതിര കളിക്കുന്നവരും അല്ലാതുള്ള എന്താ പറഞ്ഞേ ഫ്രണ്ട്സ് സർക്കിൾ ഉള്ള എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഞങ്ങളൊരു 60-80 മുഴത്തിന് മേളിൽ നമ്മൾ ഓർഡർ കൊടുത്തായിരുന്നു. അപ്പം 80 63 മുഴം. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും വലിയ ബോക്സും കുറച്ച് സാധനങ്ങളും ഒക്കെ ആയിട്ട് വന്നത്. അപ്പം പാക്കേജ് എന്തോ അതിൽ അടിപൊളിയാണ്. അപ്പം ഇതായിക്കോട്ടെ, ഈ പ്രാവശ്യത്തെ ഒരു അടിപൊളി ഓണം എന്താ പറയുന്നത്, ഓണത്തിൻ്റേതായിട്ടൊരു വ്ളോഗ് കിടക്കട്ടെ അല്ലേ. അതിതാകട്ടെ. ഇനിയിപ്പോൾ അടുത്ത കുറേ ദിവസങ്ങളിലൊക്കെ ഓണമാണ്, എല്ലാവരും അടിച്ചു പൊളിക്കുക. സമയമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇവിടുത്തെ ഓണാഘോഷത്തിൻ്റെയൊക്കെ വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയ നല്ല നല്ല മൊമെൻറ്റ്സുകളുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യാൻ നോക്കാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വ്ളോഗ് വീണ്ടും കാണാം. ബൈ ബൈ.